ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ബാബ മഹാസമാധിക്ക് മുൻപ് ഷിരിഡിയിൽ എവിടെയൊക്കെയാണോ താമസിച്ചിരുന്നത് ആ ഓരോ സ്ഥലത്തെയും ഓരോരോ പ്രത്യേകതകളുണ്ട്, ഓരോരോ സന്ദേശമുണ്ട് കേട്ടോ. അത് ദ്വാരകാമയി ആയിക്കോട്ടെ, ഗുരുസ്ഥാൻ ആയിക്കോട്ടെ, ചാവടി ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും ബാബ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബാബ നൽകിയിരുന്ന പ്രത്യേകതകൾ, അതുപോലെ അതിനൊക്കെ ഓരോ സന്ദേശങ്ങളുമുണ്ട്. അത് നമ്മൾ സായി സച്ചരിത്രയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചാവടിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് കേട്ടോ. ചാവടിയുടെ പ്രത്യേകതകൾ മാത്രമല്ല, ചാവടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ബാബ നമുക്ക് നൽകിയ വലിയൊരു സന്ദേശം കൂടിയുണ്ട്. അപ്പോൾ ഈ ചാവടിയിൽ ആദ്യമായിട്ട് പറയേണ്ടത്, ഷിരഡിയിൽ പോയിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ചാവടിയുടെ നെയിം ബോർഡ് അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ചാവടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചാവടിയുടെ നെയിം ബോർഡ് എന്ന് പറയുന്നത് ശ്രീ സായിനാഥ് ബാബാജി ലക്ഷ്മി ദാമോദർ ബാബ്രെ ചിൻചാനിക്കർ ചാവടി, വർഷം 1859 എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചാവടി എന്ന് മാത്രം കൊടുക്കാതെ ഇത്രയും ഈ പേരുകൾ ഉൾപ്പെടുത്തിയത് ബാബയുടെ നിർദ്ദേശപ്രകാരവുമായിരുന്നു. ഈ പേരെന്ന് പറയുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. നമ്മുടെ സായി സച്ചരിത്രയിൽ ബാബയുടെ ഒരു ഡിവോട്ടി അന്ന ചിൻചാനിക്കറിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും പേരാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈഫ് ലക്ഷ്മി, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ദാമോദർ ബാബ്രെ ചിൻചാനിക്കർ എന്നാണ്. ഈ ചിൻചാനിക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേരാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ചാവടിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ബാബ എന്ന് ചോദിച്ചാൽ, ലക്ഷ്മിയും അതുപോലെ തന്നെ അന്ന ചിൻചാനിക്കറും ഷിരഡിയിൽ വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയൊരു ദുഃഖമായിരുന്നു അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ അവർ ഷിരഡിയിൽ വരികയും ബാബയോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ദുഃഖം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അതൊരിക്കലും ബാബയോടുള്ള അവരുടെ ഭക്തിയെയോ ബാബയ്ക്ക് അവർ ചെയ്തിരുന്ന സേവനങ്ങളെയോ ബാധിച്ചിരുന്നില്ല. അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ളൊരു ദുഃഖം മനസ്സിലുണ്ടെങ്കിലും അവർക്ക് അമിതമായ ഭക്തിയായിരുന്നു ബാബയോട്, അതുപോലെ തന്നെ വിശ്വാസമായിരുന്നു. അതേസമയം അവർ ബാബയ്ക്ക് ചെയ്തിരുന്ന സേവനങ്ങളെന്ന് പറയുന്നത് ബാബയ്ക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്യാമ എന്ന് പറയുന്നത് ബാബയോട് എന്തും ചോദിക്കാൻ അതീവ സ്വാതന്ത്ര്യമുള്ള ഒരു ഭക്തനായിരുന്നു. അപ്പോൾ ശ്യാമ ബാബയോട് പോയി ചോദിക്കുകയാണ്, ബാബയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അന്ന ചിൻചാനിക്കറും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അവരുടെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുമാണ്. അവർ പലപ്പോഴായി ബാബയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇത്രയേറെ ബാബയ്ക്ക് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ബാബയോടുള്ള ഭക്തിയും വളരെ അധികമാണ് അവർക്ക്. എങ്കിലും എന്തുകൊണ്ടാണ് ബാബ ഇതുവരേക്കും ആ ഒരു അനുഗ്രഹം അവർക്ക് നൽകാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബാബ പറയുകയാണ്, ശ്യാമ, എന്നെ ഇവിടെ തേടി വരുന്ന ഓരോ ഭക്തന്മാർക്കും അവരുടേതായ പ്രാർത്ഥനകളും അവരുടേതായ ഓരോരോ ആവശ്യങ്ങളുമുണ്ട്. അതെനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ അതൊക്കെ ലഭിക്കാതെ വരുന്ന സമയത്ത് അവരെന്നോട് പരാതി പറയും എന്നല്ലാതെ ആരും എന്നോട് ഇതുവരെ എന്തുകൊണ്ടാണ്, അതിന് കാരണം എന്താണെന്ന് എന്നോട് ഇതുവരെയും അന്വേഷിച്ചിട്ടില്ല. അന്ന ചിൻചാനിക്കറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, അവരുടെ കർമ്മഫലം അനുസരിച്ച് ഞാൻ അവർക്കൊരു കുഞ്ഞിനെ നൽകുകയാണെങ്കിൽ കൂടിപ്പോയാൽ 1 വർഷം മാത്രമേ ആ കുഞ്ഞ് അവരോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ ഞാൻ നൽകി ആ കുഞ്ഞിനോടൊപ്പം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ആ കുഞ്ഞ് അവർക്ക് നഷ്ടമാകുന്ന സമയത്ത് ആ വേദന എന്ന് പറയുന്നത് അവരെ കൊണ്ട് താങ്ങാനാവുകയില്ല. അവരുടെ സേവനങ്ങൾക്ക് ഞാൻ ഉറപ്പായും അവർക്ക് പ്രതിഫലം നൽകിയിരിക്കും. പക്ഷേ ആ പ്രതിഫലം എന്ന് പറയുന്നത് ഈ ഷിരഡിയിൽ വരുന്ന ഓരോരുത്തരും അവരുടെ പേര് എന്നെന്നും ഓർമ്മിക്കത്തക്കതായിട്ടുള്ള ഒരു പ്രതിഫലമായിരിക്കും ഞാൻ അവർക്ക് നൽകുന്നത്. ആ ഒരു പ്രതിഫലമായിരുന്നു ഇന്ന് നമ്മൾ ചാവടിയിൽ കാണുന്ന ആ ഒരു നെയിം ബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അന്ന ചിൻചാനിക്കറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ ഇന്നും ആ ചാവടിയുടെ പേര് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ സായി സച്ചരിത്രയിൽ വായിക്കുന്ന ചാവടിയെക്കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത്, ബാബ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചാവടിയിൽ പോയായിരുന്നു ബാബയുടെ ഉറക്കമെന്നുള്ളതല്ലേ. അപ്പോൾ ചാവടി യാത്രയെക്കുറിച്ചും ഒക്കെ നമ്മൾ അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. ഈ ചാവടി യാത്ര എന്ന് പറയുന്നത് വളരെ ആഘോഷമാക്കി ബാബ ചാവടിയിലേക്ക് പോകുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരുപാട് ഭക്തന്മാരിങ്ങനെ അനുഗമിച്ചു പോയി വളരെ ഗംഭീരമായിട്ടായിരുന്നു ഓരോ ദിവസവും നടന്നിരുന്നത്. അപ്പോൾ ബാബ ദ്വാരകാമയിൽ നിന്നും ചാവടി യാത്രയായി വന്നതെന്ന് ബാബ ചാവടിയിലെത്തുന്ന സമയത്ത് ചാവടിയെ ഒരു വട്ടം വലം വെച്ച് വരും. വന്നതിന് ശേഷം ചാവടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ബാബ ചെയ്യുന്നത്, തൻ്റെ കൈ കൊണ്ട് മേലെയും താഴെയും ഇങ്ങനെ അടിക്കുന്നത് പോലെ കാണിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിന് ബാബ നൽകിയിരുന്ന വിശദീകരണം, തന്നെ തേടി വരുന്ന ഭക്തന്മാരുടെ പാപങ്ങളും പുണ്യങ്ങളും അതിനോടനുബന്ധിച്ച് ഉള്ള കർമ്മഫലങ്ങളും ഒഴിയണം എന്നുള്ള രീതി. അങ്ങനെയായിരുന്നു ബാബ അത് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊന്നും സായി സച്ചരിത്രയിൽ പറയുന്നില്ല കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ ദ്വാരകാമയിൽ ബാബ ഉറങ്ങുന്ന സമയത്ത് ബാബയുടെ കൂടെ സദാ 2 ഭക്തന്മാരും എപ്പോഴും ദ്വാരകാമയിലുണ്ടായിരുന്നു. ഒന്ന് താന്തിയാക്കുട്ടി പട്ടേലും 2 ഭഗത് മഹൽസാപതിയും. എന്നാൽ ചാവടിയിൽ ബാബ ഉറങ്ങുന്ന ദിവസം ചാവടിക്കുള്ളിൽ ആർക്കും പ്രവേശനമില്ലായിരുന്നു കേട്ടോ. കാരണം ചാവടിയിലെ പ്രവേശനം എന്ന് പറയുന്നത് ബാബയ്ക്ക് ചില നിബന്ധനകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാബ ചാവടിയിൽ ബാബയുടെ മഹാസമാധി വരയ്ക്കും ആരെയും പ്രവേശിപ്പിച്ചിട്ടുമില്ല. കാരണം ചാവടി എന്ന് പറയുന്ന സ്ഥലം ബാബ എപ്പോഴും പറയാറുള്ളത്, ഇന്ന് കലിയുഗത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെന്ന് പറയുന്നത് എണ്ണിയാലൊടുങ്ങാത്ത ദുരിതങ്ങളാണ്. ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും അവരനുഭവിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ശാരീരികമായ ബുദ്ധിമുട്ടുകളായിരിക്കും, അങ്ങനെ പല തരത്തിലുള്ള കഷ്ടപ്പാടുകളാണ് ഓരോ മനുഷ്യനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ബാബ പറയുന്ന കാരണം എന്ന് പറയുന്നത്, മനുഷ്യൻ ഈ അനുഭവിക്കുന്ന എല്ലാ പ്രോബ്ലത്തിനും 2 കാരണങ്ങൾ. ഒന്നെന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് നെഗറ്റീവ് ചിന്തകളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത്, എത്ര തന്നെ ഒരാൾ ഭക്തിമാർഗത്തിലോട്ട് പോയിരുന്നാലും എത്ര തന്നെ ഭഗവാനെ സ്മരിച്ചാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവൻ്റെ മനസ്സ് കൈവിടുകയും മായ എന്ന് പറയുന്ന ഒരു സംഭവം അവനെ അലട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളറിയാതെ അമിതമായ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപാട് ആഗ്രഹങ്ങൾ, അമിതമായ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവുകയും അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില കർമ്മഫലങ്ങളുണ്ട് എന്നാണ് ബാബ പറയുന്നത്. ഈ രണ്ടും നമ്മൾ പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന നിമിഷം നമ്മുടെ കർമ്മഫലങ്ങൾ പതിയെ വിട്ടുമാറുകയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങൾ ഒഴിയുകയും ചെയ്യും. അതുവരയ്ക്കും നമ്മൾ അനുഭവിക്കുന്നതൊക്കെ നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് എന്നാണ് ബാബ പറയുന്നത്. അതിനുവേണ്ടി ബാബ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമായിരുന്നു ചാവടി എന്ന് പറയുന്നത്. കാരണം ചാവടി സന്ദർശിച്ച് ഇന്നും ചാവടി സന്ദർശിച്ച് തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾ വിട്ടൊഴിയുന്നു എന്നൊരു സങ്കല്പം കൂടി ചാവടിക്കുണ്ട്. കാരണം ഇന്ന് നമ്മൾ ചാവടിയിൽ ബാബയുടെ ഒരു ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ നോക്കിയാൽ ചാവടി ഒരു ഫാൽക്കി പ്രൊസഷൻ നടക്കുമല്ലോ, എല്ലാ ഫാൽക്കി യാത്ര എല്ലാ വ്യാഴാഴ്ചകളിലും ആ ഒരു ഫോട്ടോയിൽ മാത്രം പട്ടുകൊണ്ടുള്ള തുണി കൊണ്ട് പുതപ്പിക്കാറുണ്ട്. ആ ഒരു ഫോട്ടോയെ ചുറ്റി ഉടുക്കാറുണ്ട് പട്ടുതുണി. അവിടെ ആ പട്ടെന്ന് പറയുന്നത് നമ്മൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും എടുക്കുന്നത് പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങളായിരിക്കും അല്ലേ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പട്ട് എപ്പോഴും കരുതപ്പെടുന്നത് ഒരു പ്യുവറസ്റ്റ് ഫോമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ബാബയുടെ ആ ഒരു ഫാൽക്കി യാത്ര തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയിൽ ഇതുപോലെ പട്ടുവസ്ത്രം ഒടിപ്പിച്ച് അതിനെ പല്ലക്കിൽ വെച്ചുകൊണ്ടാണ് ദ്വാരകാമയിൽ നിന്നും ചാവടിയിലേക്കുള്ള ഫാൽക്കി യാത്ര ഇപ്പോഴും ഷിരഡിയിൽ നടക്കുന്നത്. ചാവടിയുടെ ഫ്രണ്ടിലെത്തുമ്പോൾ ഹുക്കായൊക്കെ കൊടുക്കുന്നുണ്ട്, ആ ഫോട്ടോയിൽ ബാബയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇത് കൊടുക്കുന്നതിന് കാരണമെന്ന് പറയുന്നത്, പട്ടുകൊണ്ട് ഉടുപ്പിക്കുന്നതെന്ന് പറയുന്നത്, അത് മനുഷ്യൻ്റെ കർമ്മഫലങ്ങൾ വിട്ടൊഴിയാനും പാപപുണ്യങ്ങളെല്ലാം അകന്ന് മനുഷ്യനും അതുപോലെ പ്യൂറസ്റ്റ് ഫോമിലെത്തുക എന്നുള്ളൊരു രീതിയിൽ ആ ഒരു സന്ദേശമാണ് അതിലൂടെ കൊടുക്കുന്നത്. ചാവടിയിൽ നോക്കിക്കഴിഞ്ഞാലും 2 എൻട്രൻസാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഇപ്പോഴാണ് ചാവടിയിൽ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചാവടി സന്ദർശിച്ചിറങ്ങുന്ന സമയത്ത്, ഇനി നിങ്ങൾ ഷിരഡിയിൽ പോകുന്ന സമയത്തും ബാബ എന്താണോ ചാവടി കൊണ്ട് ഉദ്ദേശിച്ചത് എപ്പോഴും മനസ്സിലുണ്ടാകണം. അവിടെ എത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ ഇന്നോളം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഇവിടെ തീർക്കണമേ, നമ്മുടെ കർമ്മഫലങ്ങൾ ഇവിടെ വച്ച് വിട്ടൊഴിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം ചാവടിയിൽ നിന്നും ഇറങ്ങേണ്ടത് കേട്ടോ. ഇതൊന്നും സായി സച്ചരിത്രത്തിൽ പറയുന്നില്ല. പക്ഷേ ബാബ ചാവടിയെ കൊണ്ടും ദ്വാരകാമയിലും ഗുരുസ്ഥാനിലൂടെയൊക്കെ ബാബയുടെ ഓരോ പ്രവർത്തികളിലൂടെയും നമുക്ക് തന്ന സന്ദേശങ്ങളൊക്കെ വളരെ വലുതാണ്. അത് ഇത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം ഭക്തി നമുക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.